വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ MT's Vlog. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു Q&A വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ട്യൂഷനൊക്കെ പോയി ഇപ്പോൾ എത്തിയുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കത്തിൽ ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ Q&A ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ബുക്കിനകത്താണ് ഞാൻ Q&A ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരുവിധം 27 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ ഇല്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ക്യാൻ യു പ്ലീസ് ഷെയർ യുവർ സ്കിൻ കെയർ റൂട്ടീൻസ് എന്ന് പറഞ്ഞ ഒരാൾക്കുണ്ടായിരുന്നു. ഗൈസ്, എനിക്ക് പ്രത്യേകിച്ച് സ്കിൻ കെയർ റൂട്ടീൻസ് ഒന്നും അങ്ങനെ ഇല്ല. ഇപ്പം അഥവാ ഞാൻ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യണമെങ്കിൽ എനിക്ക് പറ്റൂലാത്തതുകൊണ്ടാണ്. എനിക്ക് സ്കിൻ കെയർ റൂട്ടീൻസ് എനിക്ക് തിരിച്ചിട്ടല്ല. ഇപ്പം രാത്രിയാണെങ്കിൽ ഇപ്പം ഞാൻ TV മൊബൈൽ അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് കിടക്കാറാ പതിവ്. അല്ലാതെ ഇനി അഥവാ ഞാൻ കിടക്കണേ മുമ്പ് അഡ്ജസ്റ്റ് ആക്കി മുടി പിന്നിട്ടൊക്കെ അങ്ങനെ വേറെ വെക്കുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. ഈ പാക്കറ്റ് ഈ ലൈറ്റ് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആണെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഒരു ഹായ് തരുമോ എന്ന് പറഞ്ഞു. ക്രേസി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഹായ് തരുമോ എന്ന് വെച്ചിട്ടുണ്ട്. അവരുടെ പേര് എനിക്ക് അത്ര അറിയാമോ എന്നാലും അവർക്ക് വേണ്ടി ഹായ് ക്രേസി വ്ളോഗേഴ്സ്. നെക്സ്റ്റ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സോങ്? എൻ്റെ ഫേവറേറ്റ് സോങ് ആണ് ഗൈസ്. ഞാൻ ഒരുവിധം ഫേവറേറ്റ് സോങ്സ് ഞാൻ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്ന ഒരാളാണ് പൊതുവേ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇൻസാനിലെ എന്ന് പറഞ്ഞൊരു പാട്ടാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. മിനിമം എനിക്ക് വളരെ ഇഷ്ടമാണെന്നറിയാം. അപ്പോൾ വേണമെങ്കിൽ ഞാൻ പാട്ട് പാടാം. ജസ്റ്റ് കുഞ്ഞ് ലൈനാണേ. ലൈലാൻ്റെ നിലാവിനാലെ മജ്നൂനായി മാറും പോലെ അത്ര മതി ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടില്ല. അപ്പോൾ ഗൈസ് അതാണ് എൻ്റെ ഫേവറേറ്റ് പാട്ട്. ഇൻസാനിലെ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. അത് ആർക്കെങ്കിലും ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് യുവർ ഫേവറേറ്റ് കളർ. എൻ്റെ ഫേവറേറ്റ് കളറാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ റെഡാണ്. റെഡ് എനിക്ക് എന്താ പറയുക, പൊതുവെ എനിക്ക് റെഡിനോട് വളരെ ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ എനിക്ക് റെഡാണ് എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യുവർ ഫേവറേറ്റ് ഫിലിം. എൻ്റെ ഫേവറേറ്റ് ഫിലിമാണെന്ന് പറയുന്നത് എനിക്കാണ് ഫേവറേറ്റ് ഫിലിം എന്ന് പറയുന്നത് മാർക്കോ എൻ്റെ ഫേവറേറ്റ് ഫിലിമാണ്. മാമ്പഴക്കാലം എൻ്റെ ഫേവറേറ്റ് ഫിലിമാണ്. ആൻഡ് നെക്സ്റ്റ് ഇപ്പോൾ ഈ അടുത്ത ഒരു ഫിലിം ഇറങ്ങിയിട്ട് അതെൻ്റെ ഫേവറേറ്റാണ്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറയാം. വാട്ട് ഈസ് യുവർ ഡ്രീം? എൻ്റെ സ്വപ്നം എന്താണെന്നാണ് കേട്ടോ ഗൈസ്. എനിക്ക് അങ്ങനെ ഡ്രീം എന്ന് പറയുന്നത് എനിക്ക് ഫ്ലൈറ്റിൽ പോകണം, ആകാശത്തോടെ പോകണം നല്ല ആഗ്രഹമുണ്ട്. സോ ഞാൻ നടക്കല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. ഒരു വലിയൊരു ഡ്രീമാണ് കേട്ടോ എന്ന് പറയുന്നത്. നെക്സ്റ്റിലോട്ട് പോകാം. വൈ യു നോട്ട് ടോക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഗൈസ്. ഞാൻ സംസാരിക്കാറുണ്ട്, നിങ്ങൾക്കത് കാണാത്തതുകൊണ്ടാണ്. എനിക്ക് ഒരുവിധം ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ കുറേ ശബ്ദങ്ങൾ കാരണം എനിക്കതങ്ങനെ എടുക്കാൻ പറ്റൂലാത്തൊരവസ്ഥയിലേക്ക് ആകുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കാത്തത്. ഇനി മുതൽ നിങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്നുണ്ടാവും. ഇപ്പം തന്നെ ഞാൻ സംസാരിക്കാറില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നോക്കാം. നെക്സ്റ്റ്, ഈവനിങ് വാട്ട് യു ആർ ഡൂയിങ്. ഈവനിങ് എന്താ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈവനിങ് ഇപ്പോൾ വെക്കേഷൻ ടൈം ഇവിടുത്തെ ഇപ്പോൾ വെക്കേഷൻ ഉണ്ടായിരുന്നില്ലേ, ആ വെക്കേഷനിൽ അവർ കളിക്കാറായിരുന്നു. എൻ്റെ കസിൻസ് ഉണ്ട്. അപ്പോൾ കസിൻസിൻ്റെ ഒപ്പം കളിക്കാറായിരുന്നു. അപ്പോൾ അവരുടെ ഒപ്പം കളിക്കും. ഇപ്പം സ്കൂൾ വന്നപ്പോൾ എനിക്ക് കളിക്കാൻ സമയം ഉണ്ടാവില്ല. രാവിലെ മദ്രസ കഴിഞ്ഞ് നേരെ സ്കൂളിലോട്ട് പോകണം. സ്കൂൾ കഴിഞ്ഞ് ട്യൂഷനിലോട്ട് പോകും. വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ശ്വാസം വിടാനുള്ള ടൈം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളപ്പോൾ കളിക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നും പറയണ്ട. നെക്സ്റ്റ്, വിച്ച് ഡ്രസ് ഡു യു ലൈക്ക്? എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത് ഗൈസ്, എനിക്ക് ലൂസ് ആയിട്ടുള്ള ജീൻസും ഹാഫ് ക്രോപ്പ് ടോപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അതിന് മാച്ച് ആയിട്ടുള്ള ഷോർട്ട്. പ്ലീസ് ഡു നെയിം ഈറ്റിംഗ് ചാലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് നെയിം ഈറ്റിംഗ് ചാലഞ്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പഠിത്തത്തിന് കോൺസെൻട്രേഷൻ ചെയ്യണ്ടേ. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ എല്ലാ രാത്രിയാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. സോ നെയിം ഈറ്റിംഗ് ചാലഞ്ച് ഞാൻ പറ്റുമെങ്കിൽ ചെയ്യും. എന്തായാലും ചെയ്യും കേട്ടോ. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നെക്സ്റ്റ് നെയിം ഈറ്റിംഗ് ചാലഞ്ചിന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, ഡു യു ലൈക്ക് സ്കൂൾ എന്ന് പറയുന്നുണ്ട്. വെക്കേഷൻ ടൈമിൽ വളരെ ബോറടിച്ചപ്പോൾ എനിക്ക് സ്കൂൾ വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നല്ല, ഇനിയിപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല. കുറച്ച് സമയം എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. പഠിത്തം എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ കേട്ടോ, വേറെ ഒന്നുമില്ല.
ഹോം യു ലൈക്ക് മോസ്റ്റ് കസിൻസ് ഫ്രണ്ട്. ആരെയാണ് ഇഷ്ടം? കസിൻസിനെയാണോ ഫ്രണ്ടിനെയാണോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ. ഗൈസ്, എനിക്ക് കസിൻസ് കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. സോ എനിക്ക് കസിൻസിനാണ് ഇഷ്ടം, അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കസിൻസ്, അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ്. പൊതുവിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കസിൻസ് ആയിട്ടാണോ എല്ലാവരും ഓരോ മെമ്പേഴ്സ് അങ്ങനത്തെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ അംബിഷൻ? എൻ്റെ അംബിഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ കേസ് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് യുവർ അംബിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേസ് എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹം അങ്ങനെയൊന്നുമില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഏജ് എത്രയാണെന്ന് പറയുമോയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ. എൻ്റെ ഏജ് എന്ന് പറയുന്നത് 11 കേസ്. ഇപ്പം ഇനി 11 ആയിട്ടുണ്ട്, ഇനി 12 പോകുന്നുള്ളൂ കേട്ടോ. 11 ആയിട്ടുണ്ട്, ഏജ് 11. ക്ലാസ് പറയൂ. ഞാനിപ്പോൾ 6th 6B ഞാൻ പഠിക്കുന്നത് കേട്ടോ. 6th ക്ലാസ്സിലാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കണ്ട ഞാൻ 6th തോന്നില്ല, കാരണം മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എത്രയിലാണെന്ന് വെച്ചപ്പോൾ ഞാൻ 6th പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 6th തോന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് കേസ് എൻ്റെ ഈ ലുക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ. അപ്പോൾ കേസ് ഒരാൾ വന്നായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ അവരുടെ പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കേസ് എൻ്റെ ക്ലാസ് പറയുന്നത് വെച്ചപ്പോൾ അവർക്കുള്ളതാണ് 6th കേട്ടോ കേസ് ഞാൻ പഠിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് 6th ക്ലാസ്സിലാണ് 6B പഠിക്കുന്നത്. നെക്സ്റ്റ്, ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ആലുവയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ മറ്റേ ടാലൻറ്റ് പബ്ലിക് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അത്യാവശ്യം നല്ല സ്കൂളാണ്, CBSE ആണ് കേട്ടോ. അത്യാവശ്യം നല്ല CBSE ആണ്. അത്രയും. വീട് എവിടെയെന്ന് വെച്ചിട്ടുണ്ട്. ഈ വീട് എൻ്റെ കോമ്പാറയിലാണ് കേട്ടോ എൻ്റെ വീട് എന്ന് പറയുന്നത്, കോമ്പാറ. ഇനി ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യോ പ്ലീസ് എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവർ ചോദിച്ചുകൊണ്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ, എനിക്ക് സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ചെയ്യാം. സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീ നെഗറ്റീവ് ചാനലൊക്കെ എല്ലാം ചെയ്യുന്നതായിരിക്കും പ്ലീസ്, എല്ലാവരും വെയിറ്റ് ചെയ്യണം. അല്ല, നെക്സ്റ്റ്, ഫേവറേറ്റ് ഫുഡ് എന്താണ്? എനിക്ക് ഇപ്പോൾ ജങ്ക് ഫുഡാണ്, എനിക്ക് ഷവർമയാണ്. ജങ്ക് ഫുഡിൽ എനിക്ക് ഷവർമയാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം. അല്ലാത്ത ഫുഡ്സിലെങ്കിൽ ഇപ്പോൾ രാവിലെ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൂടപ്പം, ചിക്കൻ കറിയും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫേവറേറ്റ് ഡ്രാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഡ്രാമ അങ്ങനെ കാണാറേ ഇല്ല. എനിക്ക് ഡ്രാമ കാണാൻ തീരെ ഇഷ്ടമല്ല. പക്ഷെ 2 or 3 കണ്ടിട്ട് 7 കണ്ടാണ് കേട്ടോ. സോ എനിക്ക് ഡ്രാമ കാണാൻ ഇഷ്ടമല്ല കേട്ടോ. കുറേ ഡ്രാമ കാണുന്നവരുണ്ടാവും, പക്ഷെ എനിക്ക് അത് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ഡ്രാമേൻ്റെ ഫേവറേറ്റ് ഇല്ല. അപ്പോൾ അത് കട്ട്. ഗെസ്, നെക്സ്റ്റ് ഫേവറേറ്റ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെസ്, ഫേവറേറ്റ് ഗെയിംസ് ഞാൻ പറയട്ടെ. ഗെസ്, റോബ്ലെക്സ് എൻ്റെ കസിൻസ് കളിച്ചപ്പോൾ എനിക്കത് ആഗ്രഹം കയറ്റാൻ, പക്ഷെ കയറ്റിയിട്ട് അക്കൗണ്ട് തുടങ്ങണം. അങ്ങനെ കുറേ ചെയ്താലേ നമുക്ക് റോബ്ലെക്സ് ആക്കാൻ പറ്റുള്ളൂ. റോബ്ലെക്സിനെ പഠിച്ച് കുറേ ദിവസം. അപ്പോൾ ഞാൻ റോബ്ലെക്സ് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായി. ഇപ്പോൾ അത് പോയി. ഇപ്പോൾ എനിക്ക് അത്ര ഗെയിംസ് ഇല്ല. ഞാൻ ഇപ്പോൾ ഗെയിംസ് കളിക്കാറേ ഇല്ല, യൂട്യൂബാണ് മാത്രമേ കാണാറുള്ളൂ. ഒരു കുഞ്ഞു കാറിൻ്റെ ഗെയിം ഉണ്ട്, അത് ആ കാറിൻ്റെ ഗെയിമൊന്നും എനിക്കറിയാൻ പാടില്ല മീൻസ്. ഒരു കുഞ്ഞു കാറിൻ്റെ ഗെയിം സിസ്റ്റം ഓടിക്കും, അത്ര വേറെ ഒന്നുമില്ല. ഫേവററ്റ് ഹോബി, എൻ്റെ ഹോബി എന്താണെന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഹോബി എന്ന് പറയുന്നത് മറ്റേ ഡാൻസിങ് ആണ്. ഡാൻസിങ് ആൻഡ് സിംഗിങ് ആണ് എൻ്റെ ഹോബി. ഞാൻ ഇപ്പോൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഡാൻസിങ് ആൻഡ് സിംഗിങ് ആണ് എൻ്റെ ഹോബി എന്ന് പറയുന്നത്. സ്കൂൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂള് നല്ല അടിപൊളിയാണ്, നല്ല ടീച്ചേഴ്സാണ്, നല്ല ഫ്രണ്ട്സാണ് എൻ്റെ ഉള്ളത്. ആൻഡ് അടിപൊളിയാണ് ഗേസ്, കുഴപ്പമില്ലാത്ത ക്ലാസ്സുകളൊക്കെയാണ് കേട്ടോ. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? അപ്പം ഈ വീഡിയോ ആണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ തോന്നുന്നുണ്ടാവും കേട്ടോ ഗേസ്. എൻ്റെ മദ്രസയിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് കുറേ ആൾക്കാരുണ്ട്. സോ ഗൈസ്, ഞാൻ അപ്പോൾ ഗൈസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ സ്കൂൾ ബെസ്റ്റ് ഫ്രണ്ട് നെയ്ഫായാണ്. നെയ്ഫായും നെബായും ആണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. നെയ്ഫായും നെബായും ആണ്. ആൻഡ് മദ്രസ ബെസ്റ്റ് ഫ്രണ്ട്സ് സഹന എന്ന് വെച്ചിട്ടുണ്ട്. അവളും വഫായും ആണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. മദ്രസ ബെസ്റ്റ് ഫ്രണ്ടും സ്കൂൾ ബെസ്റ്റ് ഫ്രണ്ടും. വാട്ട്സ് യുവർ റിയൽ നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാൾ. എൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് മറിയം ഋതുവ MR എന്നാണ് റിയൽ നെയിം. കസിൻസ് മറിയം ബി, പൊന്നു ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. സിബ്ലിങ്സ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. ഒരു ഇക്കാക്കയുണ്ട്, പേര് റിസ്വാൻ എന്നാണ്. അത്രേ ഉള്ളൂ. 10th ക്ലാസ്സിലോട്ടാണ് ഇനി എന്ന് പറയുന്നത്. യുവർ ഷോർട്സ് ആർ സോ ഫണ്ണി. താങ്ക് യു. ഇതാരെ പറഞ്ഞതെന്ന് ചേർത്ത് താങ്ക് യു സോ മച്ച്.
അല്ലെങ്കിൽ ഗൈസ് എൻ്റെ ഈ ഷോർട്സ് എന്ന് പറയുന്നത് എനിക്ക് തന്നെ കണ്ടാൽ ചിരി വരുന്ന ഒരു ഷോർട്സാണ്. അവന് എല്ലാവർക്കും കണ്ട ചിരി വരും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ Q&A ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ മറുപടി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് കമൻറ്റിലോട്ട് വരണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.